ഹലോ, നിങ്ങളൊരു ടോക്സിക് ജോലിസ്ഥലത്താണോ ജോലി ചെയ്യുന്നത്? ഇന്ന് ഞാൻ വെറുതെ നടക്കാൻ പോയപ്പോൾ തോന്നി എൻ്റെ മനസ്സിൽ വന്ന ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. കാരണം ഞാനും ഒരു ടോക്സിക് ജോലിസ്ഥലത്തെ ഇതിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ ഓവർകം ചെയ്തതെന്ന് ഞാൻ പറയാം. എനിക്ക് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ നൈറ്റ് ആകുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഒരു ആങ്സൈറ്റി വരും, നാളെ ജോലിക്ക് പോകണല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ കരച്ചിൽ വരുമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിച്ച് തുടങ്ങി, ഇത് എന്നെ തന്നെ അഫക്റ്റ് ചെയ്യുന്നത്, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ചെയ്യണമെന്ന്. അങ്ങനെ പിന്നീട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ കഴിയുന്ന എത്രയാണോ അത്ര മാത്രം ഞാൻ ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ളവരെന്തും വിചാരിച്ചോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, എന്നെ അത് ബാധിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ജോലിക്കെങ്കിലും അപ്ലൈ ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ ഈ ഗാർഡനിങ് ഒരു ഹോബിയായിട്ട് തുടങ്ങി. അത് ശരിക്കും മൈൻഡിനെ കാമാക്കാൻ ഹെൽപ്പ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോബി ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റി. ഞാൻ എങ്ങനെ വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ജോലിയിൽ ഫോർ എവർ സ്റ്റക്കല്ല. ഞാൻ അവർക്ക് കരാറൊന്നും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഞാൻ ഈ ജോലിയിൽ തന്നെ ജീവിതകാലം നിൽക്കാമെന്ന്. അത് ഞാൻ എൻ്റെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ബെറ്റർ ഒരു അവസരം കിട്ടുന്നത് വരെ ഈ ജോലി എന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാർഗം മാത്രമാണ്. അത് ഞാൻ എന്നോടിങ്ങനെ പല പ്രാവശ്യം ഒരു ദിവസം ജോലിയിൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാനത് എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ജസ്റ്റ് ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സപ്പോർട്ടിനുള്ള ഒരു വഴി മാത്രമാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടോ.